ഹായ് എവരിവൺ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ അത് രൂപീകരിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് അത് കൃത്യമായി രൂപീകരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും, ഏത് ഡേറ്റിലാണ് അത് പുറത്തേക്ക് വന്നത് എന്നുള്ളതിനെക്കുറിച്ചും, ആദ്യത്തെ 10 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. IAS 1 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 1 എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഇൻവെൻട്രീസിനെ കുറിച്ചാണ്. മൂന്നാമത് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ IAS 27 ആൻഡ് 28. മൂന്നാമത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നാലാമത് വിഡ്രോൺ റീപ്ലേസ് ചെയ്തു. അഞ്ചാമത് റീപ്ലേസ് ചെയ്തു. ആറാമത് റീപ്ലേസ് ചെയ്തു. ഏഴാമതായിട്ട് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ളതാണ്. എട്ടാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരിയഡ്, ഫണ്ടമെൻ്റൽ എറേഴ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസിനെ കുറിച്ചാണ്. ഒമ്പതാമതായിട്ട് പറയുന്നത് റിസർച്ച് ഫോർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് വിൽ ബി സപ്രസ്ഡ്. പത്താമതായിട്ട് പറയുന്നത് ഇവൻ്റ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ 11 മുതലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 11ാമതായിട്ട് നമ്മളോട് പറയുന്നത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിനെ കുറിച്ചാണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 11 പറയുന്നത്, 11 പറയുന്നത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ്. എന്താണ്? പ്രിസ്ക്രൈബ്സ് ദ കോൺട്രാക്ടേഴ്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് റവന്യൂ ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്. കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടേഴ്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച്, അത് റവന്യൂ ആവാം, കോസ്റ്റ് ആവാം, ഇതിൻ്റെ എല്ലാം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൽ നമ്മൾ പറയുന്നത്. വർക്ക് അണ്ടർ എ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ഈസ് യൂഷ്വലി പെർഫോംഡ് 2 or more അക്കൗണ്ടിങ് പീരീഡ്. ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ കീഴിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 2, 3 അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ്സിൽ പെർഫോം ചെയ്യാറുണ്ട് എന്നുള്ള. അപ്പോൾ നമ്മുടെ റവന്യൂ കോസ്റ്റും ഓരോ അക്കൗണ്ടിങ് പീരീഡിലും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അത് മൂന്നാമതായിട്ട് പറയുന്നത് ഇൻകം ടാക്സ്, അല്ല 12ാമതായിട്ട് പറയുന്നത് ഇൻകം ടാക്സിനെ കുറിച്ചാണ്. ഇറ്റ് പ്രിസ്ക്രൈബ്സ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻകം ടാക്സസ്. ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇൻകം ടാക്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. ഇൻകം ടാക്സസ് ഇൻക്ലൂഡ് ഓൾ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ടാക്സസ്. എല്ലാ തരത്തിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും, അതായത് രാജ്യത്തിൻ്റെ അകത്തു നിന്നുള്ള ഫോറിൻ ആയിട്ടുള്ള ടാക്സസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്സ്. ഇതിനെക്കുറിച്ചാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 പറയുന്നത്. പിന്നീട് 13 റീപ്ലേസ്ഡ് ബൈ 1. ഒന്നാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 14ാമത്തേത് സെഗ്മെൻറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്. നമ്മൾക്കറിയാം റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഈ ഒരു അക്കൗണ്ടിങ്ങിൽ ഇറ്റ് പ്രിസ്ക്രൈബ്സ് അബൌട്ട് ദ റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് 14ാമത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. നെക്സ്റ്റ് 15 ഇൻഫോർമേഷൻ റിഫ്ലക്റ്റിംഗ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ചിങ് പ്രൈസസ്. നമ്മുടെ എക്സ്പെൻസസിൽ അല്ലെങ്കിൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് 15. ദ എഫക്റ്റ് ഓഫ് ചേഞ്ചിങ് പ്രൈസസ്. പ്രൈസസിലുണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും എന്നുള്ളതാണ്. 16ാമതായിട്ട് പറയുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ കുറിച്ചാണ് 16ാമതായിട്ട് പറയുന്നത്.
establishes principles of recognizing property, plant, equipment as assets, measuring their carrying amounts, and measuring the depreciation charges, and implement losses to recognize in relating to others. പ്രോപ്പർട്ടി അതേപോലെ തന്നെ പ്ലാന്റ്, എക്യുപ്മെൻറ്റ്, അതിൻ്റെ കോസ്റ്റ്, അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് എന്നിങ്ങനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് IAS 16 പറയുന്നത്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇനി 17ാമതായിട്ട് പറയുന്നത് ലീസസ് എന്നതിനെ കുറിച്ചാണ്. ക്ലാസിഫൈസ് ലീസസ് ഇൻറ്റു 2 ടൈപ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ലീസസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫൈനാൻസ് ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്. ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ലീസ് ട്രാൻസ്ഫേഴ്സ് സബ്സ്റ്റാൻഷ്യലി ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഇൻസിഡൻ്റൽ ടു ഓണർഷിപ്പ്. അതോടൊപ്പം ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് if the lease does not transfer substantially all the risk and rewards incidental in ownership. അതായത് ഫൈനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള റിസ്ക്കും അതോടൊപ്പം തന്നെ ഓണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യും, കൈമാറും. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് റിസ്ക് മാത്രമേ കൈമാറുന്നുള്ളൂ, ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, കൈമാറുന്നില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് റവന്യൂസിനെ കുറിച്ചാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18 പറയുന്നത് റവന്യൂവിനെ കുറിച്ചാണ്. അഡ്രസ്സസ് വെൻ ടു റെക്കഗ്നൈസ് ആൻഡ് ഹൗ ടു മെഷർ റവന്യൂ. എങ്ങനെയാണ് നമ്മൾ റവന്യൂവിനെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ്, അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. റവന്യൂ ഇസ് ദ ഗ്രോസ് inflow of economic benefits during the period arising from the course of the ordinary activities of an entity when those inflows result increase in equity other than increase relating to contribution from equity participants. ഇതിനെക്കുറിച്ചാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റവന്യൂവിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്. എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിൽ പ്രിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ് എക്സെപ്റ്റ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്. ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് അല്ലാത്ത എല്ലാ തരത്തിലുള്ള എംപ്ലോയി ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് 20 accounting for government grants and disclosure of government assistance. ഗവൺമെൻറ് അസിസ്റ്റൻസിനെ കുറിച്ചും അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഗ്രാൻസിനെ കുറിച്ചാണ് അക്കൗണ്ടിങ് 20 പറയുന്നത്. ഗവൺമെൻറ് ഗ്രാൻസ് ആർ ട്രാൻസ്ഫേഴ്സ് ഓഫ് റിസോഴ്സസ് ടു ആൻ എൻറ്റിറ്റി ബൈ ഗവൺമെൻറ് ഇൻ റിട്ടേൺ ഫോർ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ കംപ്ലൈൻസ് with certain conditions relating to the operating activities. 21. The effect of changes in foreign exchange rate. An entity may carry on foreign activities in 2 ways. It may have transaction in foreign currencies or it may have foreign operation. IAS 21 prescribes how an entity should. എങ്ങനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, ആ ഫോറിൻ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രാൻസാക്ഷനെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 എന്ന് പറയുന്നത്. 22 എന്ന് പറയുന്നത് ബിസിനസ് കോമ്പിനേഷനെ കുറിച്ച് പറയുന്ന, ബിസിനസ് കോമ്പിനേഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് പറയുന്നതാണ്. അക്കൗണ്ടിങ് 23 ബോറോയിങ് കോസ്റ്റുകളെ കുറിച്ച്, വിച്ച് മീൻസ് ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി അട്രിബ്യൂട്ട് ടു ദി acquisition or construction or production of qualifying asset from part of the cost of that asset.
Other borrowing costs are recognized as an expense. IAS 21 provides guidance how measure borrowing cost. IAS 21 നമ്മൾക്ക് ബോറോയിങ് കോസ്റ്റ് എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്, പെർട്ടിക്കുലർലി വെൻ ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബോറോയിങ് കോസ്റ്റ് മെഷർ ചെയ്യേണ്ടത്. കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ ആർ ഫണ്ടഡ് ബൈ എൻറ്റിറ്റി ജനറൽ ബോറോയിങ്സ്. ഇതിനെക്കുറിച്ചാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23 പറയുന്നത്. ഇനി 24 പോയി കഴിഞ്ഞാൽ റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോസർ. The objective of IAS 24 is to ensure that entity financial statement contain the disclosure necessary to draw attention to the possibility that its financial position and profit or loss may have been affected by the existence of related parties and by transaction outstanding balances including commitments with such parties. പാർട്ടി ഡിസ്ക്ലോസറിനെ കുറിച്ചാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 പറയുന്നത്. അതിനുശേഷം അക്കൗണ്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെ തരത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത്. 26 പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ബൈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻസ്. നമ്മുടെ എംപ്ലോയീസിൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻസിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ അതിൻ്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 26 പറയുന്നത്. ഇറ്റ് പ്രിസ്ക്രൈബ്സ് ദ മിനിമം കണ്ടന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻസ്. It requires that a financial statement of defined benefit must contain either. Accounting 27 consolidated financial statement and accounting for investment in investment subsidiaries. Separate financial statement for consolidated financial statements എന്നുള്ളതിനെ കുറിച്ചാണ്. ഇൻവെസ്റ്റ്മെൻറ്റൽ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചേഴ്സ്, അസോസിയേറ്റ്സ്, വെൻ എൻറ്റിറ്റി എലക്ട്സ് ഓർ റിക്വയർഡ് ബൈ ലോക്കൽ റെഗുലേഷൻസ്, പ്രിസ്ക്രൈബ്സ് ദ അക്കൗണ്ടിംഗ് ആൻഡ് ഡിസ്ക്ലോസർ requirements for investment in subsidiaries, joint ventures and associate when an entity elects or is required by local regulations to present separate financial statement. Separate financial statement are those presented in addition to consolidated financial statement. അടുത്തതായിട്ട് പറയുന്നത് 29 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഹൈപ്പർ ഇൻഫ്ലേഷണറി എക്കോണമീസ്. Applies to an entity whose functional currency is the currency of hyperinflationary economy. Next one is 30. Disclosure of financial statement of bank and a similar financial institution. ബാങ്കിലും അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് അറിയാവുന്ന ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബാങ്ക് അല്ല, സ്മോൾ എന്താ പറയുക, ചിട്ടി ഫണ്ട്സും അതുപോലെയുള്ള സ്മോൾ സിമിലർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എങ്ങനെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അതിനെക്കുറിച്ചാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 30 പറയുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 31 ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഇൻട്രസ്റ്റ് ഓൺ ജോയിൻറ്റ് വെഞ്ചേഴ്സിനെ കുറിച്ചാണ്. ജോയിൻറ്റ് വെഞ്ചേഴ്സിലുള്ള കാര്യങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസ്ക്ലോസർ പ്രസൻറ്റേഷൻ. IAS 32 specifies presentation for financial instrument, the recognition and measurement. The disclosure of financial instrument are the subject of IFRS 9 or IAS 39. Next one is 32 financial instrument and the disclosure presentation.
31 earning per share deals with the calculation and presentation of earning per share. ഒരു ഷെയറിനുള്ള അതിൻ്റെ കാൽക്കുലേഷനും അതേപോലെ തന്നെ അതിൻ്റെ പ്രസൻറ്റേഷനെ കുറിച്ചാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 കൃത്യമായിട്ട് പറയുന്നത്. ഇറ്റ് അപ്ലൈസ് ടു എൻറ്റിറ്റീസ് whose ordinary shares or potential ordinary shares are publicly traded. Non-public entries electing to present EPS must also follow the standard. 34 പറയുന്നത് ഇൻട്രീം ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. It describes the minimum content of such an interim financial report. It also specifies the accounting recognition and measurement of principle applicable in an interim financial report. Interim financial report എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത്, അതിൻ്റെ മിനിമം കണ്ടൻറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 34 പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 35 പറയുന്നത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഓഫ് ബിസിനസ്സിൻ്റെ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനെ കുറിച്ചാണ് 35 നമ്മൾ പറയുന്നത്. 36 വന്നു കഴിഞ്ഞാൽ impairment of asset. It applies to all assets except those for which other standard address impairment. ഇനി 37 വന്നു കഴിഞ്ഞാൽ പ്രൊവിഷൻസ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജൻറ്റ് അസറ്റ്സിനെ കുറിച്ചാണ്. 37 അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പ്രൊവിഷൻസിനെ കുറിച്ചും കണ്ടിജൻറ്റ് ലയബിലിറ്റീസും കണ്ടിജൻറ്റ് അസറ്റ് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് 37 നമ്മൾ പറയുന്നത്. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് 38 പറയുന്നത്. It set out the criteria for recognition and measuring intangible asset and requires disclosure about them. ഇതിൻ്റെ കാൽക്കുലേഷനും അതേപോലെ തന്നെ മെഷറിങ്ങും ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ മെഷറിങ്ങും കാൽക്കുലേഷനും എല്ലാമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 38 പറയുന്നത്. ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയബിൾ നോൺ മോണിറ്ററി അസറ്റ്. എന്താണ് ഐഡൻറ്റിഫൈഡ് നോൺ മോണിറ്ററി അസറ്റാണ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്. Such an asset is intangible when it is separable or when it is arises in contractual or other legal rights. 39 പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെൻറ്റിനെ കുറിച്ചാണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റെക്കഗ്നിഷനും മെഷർമെൻറ്റിനെ കുറിച്ചാണ് നമ്മളോട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 39 പറയുന്നത്. It establishes principles for recognizing and measuring financial assets, financial liabilities, some contracts to buy or sell financial items. 40 പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി is a land or building including part of a building, both that is investment for an investment property is measured initially at cost. Investment property ആദ്യം അളക്കുന്നത് കോസ്റ്റിലായിരിക്കും. The cost is at investment property interest held under a lease to measured in accordance with the IAS 17. Accounting standard 41 പറയുന്നത് അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. It prescribes the accounting treatment, financial statement presentation and disclosure related to agricultural activity. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ ഡിസ്ക്ലോസറിനെ കുറിച്ചെല്ലാമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 41 പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 41 എന്താണ്, അഗ്രികൾച്ചർ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് അതിന് നമ്മളുടെ ഈ ഒരു സെമസ്റ്ററിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട്
വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.